ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് സാഹിബാസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഒരുപാട് ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പീസ് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന റെസിപ്പിയാണ് എനിക്ക് വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തത്. അത് വൺ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബ്രാൻഡ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു റെസിപ്പിയാണ് ഇത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ 1 കിലോ ചിക്കൻ മീഡിയം സൈസ് പീസസായി കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് ഒരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. സ്കിന്നോട് കൂടിയ ചിക്കൻ ആണെങ്കിൽ നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ബ്രോസ്റ്റഡ് ചിക്കൻ്റെ മാരിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം തന്നെ ബട്ടർ മിൽക്ക് റെഡിയാക്കണം. അതിനായി ഞാനിവിടെ 1/4 കപ്പ് പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് മൂടി വയ്ക്കുന്നുണ്ട്. ഞാനിവിടെ ആപ്പിൾ സൈഡർ വിനീഗറാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഈ കളർ. നോർമൽ വിനീഗർ യൂസ് ചെയ്താൽ മതിയാകും. 15 മിനിറ്റ്സിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ വിനീഗറും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഫൈനലി 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഈ ചിക്കൻ പീസസ് ഈ മാരിനേഷനിലേക്ക് നന്നായി മുക്കി വെച്ച് 4 to 5 hours ഫ്രിഡ്ജിൽ വെക്കുക. ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഈ ചിക്കൻ്റെ മേലെ ഒന്ന് കുത്തി കൊടുത്താൽ ഈ മാരിനേഷൻ നന്നായി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മിനിമം 4 hours എങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ജ്യൂസി ആയിട്ടുള്ള റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ചിക്കൻ ഫ്രൈ ചെയ്യാനായി പുറത്തെടുത്തതിന് ശേഷം മാത്രമേ അതിൻ്റെ ഔട്ടർ കവറിങ്ങിനായിട്ടുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാവൂ. ഇതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, 1 മുട്ട, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്, ആവശ്യത്തിന് ഉപ്പ് ആൻഡ് ഫൈനലി 1/2 കപ്പ് തണുത്ത വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പഴംപൊരിക്ക് ഉണ്ടാക്കുന്ന ബാറ്റർ ഇല്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ലൂസായി ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇത്ര എരിവ് ആവശ്യമില്ലെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറക്കാം കേട്ടോ. സോ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാം തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഓരോന്നായി ഈ ബാറ്ററിലും കവറിങ്ങിലും ഡിപ്പ് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കൻ എല്ലാം കൂടി ആദ്യം തന്നെ ഈ ബാറ്ററിലും അതുപോലെ കവറിങ്ങിലും ഡിപ്പ് ചെയ്തെടുത്ത് ഒന്നിച്ച് ഫ്രൈ ചെയ്തെടുക്കരുത്. ഓരോന്നായിട്ട് തന്നെ ഈ ബാറ്ററിൽ നന്നായി ഡിപ്പ് ചെയ്ത് കവറിങ്ങുമായി നന്നായി യോജിപ്പിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഡ്രൈയും അതുപോലെ തന്നെ ക്രിസ്പി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ കണ്ടോ, എത്ര എളുപ്പത്തിലാണ് നമുക്ക് വീട്ടിൽ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെ ഇതിന് ലഭിക്കും. ഫൈനലി നമുക്ക് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ ഇഷ്ടാനുസരണം ഫ്രഞ്ച് ഫ്രൈസോ കെച്ചപ്പോ ഗാർലിക് പേസ്റ്റോ ഒക്കെയുമായി സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു പെർട്ടിക്കുലർ റെസിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. So see you all with a new recipe. Till then, this is bye from Taste of Sahibas.